പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് കേരള ഹിസ്റ്ററി. അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് കേരളം അപ് ടു അയൺ ഏജ് എന്നുള്ളത്. ആ ഒരു മൊഡ്യൂളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ഈ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനുഷ്യവാസ രൂപീകരണത്തിന് സഹായിച്ചതിനെക്കുറിച്ചും അതുപോലെ എങ്ങനെയാണ് കേരളത്തിലെ മനുഷ്യവാസം ആരംഭിച്ചത്, ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചരിത്രാതീത കാലത്തിൽ അതുപോലെ ഇരുമ്പ് യുഗത്തിൽ ഏതൊക്കെ രീതിയിലുള്ള മനുഷ്യവാസമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ചരിത്ര വിദ്യാർത്ഥിയുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, എന്നാണ് മനുഷ്യവാസം ആരംഭിച്ചത് എന്നുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആദ്യത്തെ മനുഷ്യ അധിനിവേശം ആരംഭിച്ചത് ഏത് യുഗത്തിലാണ്? ശിലായുഗത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യ അധിനിവേശം ഉണ്ടായിട്ടുള്ളത് ഏത് കാലത്താണ്? ശിലായുഗത്തിലാണ്. എന്നാൽ ഇരുമ്പ് യുഗത്തിലാണ് സമൃദ്ധമായിട്ടുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആദ്യമായിട്ട് മനുഷ്യ അധിനിവേശം നടന്നത് ഏത് കാലത്താണ്? ശിലായുഗത്തിലാണ്. എന്നാൽ ഇരുമ്പ് യുഗത്തിലാണ് അതിൻ്റെ പാരമ്യത്തിൽ എത്തിയത്, അതിൻ്റെ മാക്സിമത്തിൽ എത്തിയത്. ഓക്കെ, ഈ ഒരു അധ്യായത്തിൽ ചരിത്രാതീത ശിലായുഗത്തിലും ഇരുമ്പ് യുഗത്തിലും കേരളത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനത്തിനുള്ള പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ ഏതെല്ലാം കാലത്തുള്ളതായിരിക്കും? ചരിത്രാതീത കാലം എന്ന് പറയുമ്പോൾ ഏതെല്ലാം കാലഘട്ടങ്ങൾ ചേർന്നതാണ് ചരിത്രാതീത കാലം? പാലിയോലിത്തിക്, മെസോലിത്തിക്, ദെൻ നിയോലിത്തിക്. ഈ കാലഘട്ടങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഏത്? ചരിത്രാതീത കാലം. ചരിത്രാതീത കാലഘട്ടത്തിലെ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് എന്നീ കാലഘട്ടങ്ങളിലും ശിലായുഗത്തിലെ മെഗാലിത്തുകളുമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ ചരിത്രാതീത സമൂഹം അവരുടെ ദൈനംദിന ഭക്ഷണങ്ങൾ അവർക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരെന്തെല്ലാമാണ് അവർ ഉപാധിയായി സ്വീകരിച്ചത്? അവർ വേട്ടയാടി, പിന്നെ എന്തു ചെയ്തു? ഭക്ഷണങ്ങൾ ശേഖരിച്ചു. കാട്ടിൽ നിന്ന് പല കായ്കനികളും അവർ ശേഖരിച്ചു. ഭക്ഷണ ശേഖരണത്തിലൂടെയും എന്തു ചെയ്തു? അവർ ജീവിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള തെളിവനുസരിച്ച് അവർ പ്രധാനമായും വേട്ടയാടലും ഭക്ഷണ ശേഖരണ പ്രക്രിയയിലും ഏർപ്പെട്ടിരുന്ന ജനവിഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് ശേഷമുള്ള സ്ഥിരതാമസമാക്കിയ കർഷക പാസ്റ്റൽ സമൂഹം അത് ഏത് കാലഘട്ടത്തിലാണ്? ഇരുമ്പ് യുഗത്തിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കേരളത്തിൻ്റെ പഠിച്ചു. അപ്പോൾ ആ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതി അനുസരിച്ച് മനുഷ്യവാസ കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് കേരളം എത്തുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള മനുഷ്യവാസമായിരുന്നു കേരളത്തിൻ്റെ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ചരിത്രാതീത ശിലായുഗത്തിലും അതുപോലെ ഇരുമ്പ് യുഗത്തിലും, ചരിത്രാതീത ശിലായുഗത്തിലും ഇരുമ്പ് യുഗത്തിലും ഏത് തരത്തിലുള്ള മനുഷ്യവാസമായിരുന്നു, അവരുടെ ഉപജീവന മാർഗം എന്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇരുമ്പ് യുഗത്തിൽ എത്തുമ്പോഴേക്കും കാർഷിക പാസ്റ്റൽ സമൂഹത്തിൻ്റെ രൂപീകരണത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി
ഈ ചരിത്രാതീത കാലത്തെക്കുറിച്ചുള്ള തെളിവുകൾ, വാട്ട് ആർ ദ സോഴ്സസ് ഫോർ സ്റ്റഡിയിങ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, എന്തെല്ലാം സോഴ്സസ് ആണ് നമുക്ക് ചരിത്രാതീത കാലം പഠിക്കാൻ വേണ്ടി ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രാതീത കാലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഴുത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് മുമ്പുള്ള കാലഘട്ടം എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനത്തിന് ചരിത്രകാരന്മാർക്ക് പുരാവസ്തു തെളിവുകളെ, പ്രത്യേകിച്ച് ശിലായുധങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടി വന്നു. പഴയ കാലത്തുള്ള അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, ശില കൊണ്ടുള്ള ഉപകരണങ്ങളാണ് കാര്യമായിട്ട് അവരുടെ സോഴ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തെ ശിലായുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ശിലകൾ കൊണ്ട്, കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഈ ആയുധങ്ങളെ നോക്കിയിട്ടാണ്, ഈ ആയുധങ്ങളുടെ കാലഗണന നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും നോക്കിയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ജനങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം, ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഭൂതകാലത്തിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഘട്ടങ്ങളുണ്ടായിരുന്നു? പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് എന്നീ 3 ഘട്ടങ്ങളുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ കേരളത്തിൽ ഇതുവരെ 2 തരത്തിലുള്ള ചരിത്രാതീത തെളിവുകളാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ് തെളിവുകൾ? ഒന്നാമത്തെ തെളിവെന്നാൽ അത് എക്സ്കവേഷനിലൂടെ നേടിയെടുത്ത ശിലായുധ ഉപകരണങ്ങളുടെ തെളിവുകളാണ്. രണ്ടാമത്തെ എന്താണ്? ആ കാലഘട്ടത്തിലെ, ചരിത്രാതീത കാലഘട്ടത്തിലെ കൊത്തുപണികളോ പെയിൻറ്റിങ്ങുകളോ ഉള്ള എന്താണ്? പാറകളും ഗുഹകളുമാണ്. കൊത്തുപണികളും പെയിൻറ്റിങ്ങുകളുള്ള കേവ്സ് ആൻഡ് സ്റ്റോൺസ്, ഇതാണ് തെളിവുകളായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ചരിത്രാതീത കാലത്തെ കല്ലിൻ്റെ ഉപകരണങ്ങൾ എന്തൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചരിത്രാതീത ശിലായുഗത്തെ എങ്ങനെയൊക്കെ തരംതിരിക്കുന്നുണ്ട്? പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, അല്ലേ? ഇങ്ങനെ 3 സാംസ്കാരിക ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഈ ഒരു വർഗീകരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കല്ലുപകരണങ്ങളുടെ ടൈപ്പോളജിയുടെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ രൂപമാതൃകയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു വർഗീകരണം നടത്തിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ആളുകൾ പൊതുവെ എങ്ങനെയുള്ള റഫായിട്ടുള്ള, പരുക്കനായിട്ടുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മധ്യശിലായുഗ കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു? അവരുടെ ആയുധങ്ങളുടെ രീതികൾ മാറി. അവർ നല്ല മൂർച്ചയുള്ള, നല്ല സ്മോൾ, അതായത് ചെറിയ ശിലാപാളികൾ കൊണ്ട്, ശിലാ അടരുകൾ അല്ലെങ്കിൽ പാളികൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ നിർമ്മിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നവീന ശിലായുഗത്തിൻ്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും അതെന്ത് ചെയ്തു? അവർ പോളിഷ്ഡായിട്ടുള്ള നല്ല മിനുക്കിയ ശിലാ ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ദെൻ അപ്പോൾ ഇതിന് ഓക്കെ, ഇനി എവിടെ നിന്നൊക്കെയാണ് ഈ ശിലായുധങ്ങളുടെ അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടിയെന്ന് നോക്കാം. ഇപ്പോൾ റോബർട്ട് ബ്രൂസ് വുഡ് എന്ന ചരിത്രകാരന്, അദ്ദേഹം 1863 മദ്രാസിനടുത്തുള്ള പല്ലാവാരത്ത് വെച്ചിട്ട് ഒരു ശിലായുഗത്തിലെ കൈക്കോടാലി, കല്ലുകൊണ്ടുള്ള കൈക്കോടാലി എന്ന ഒരു ഉപകരണം കണ്ടെത്തി. അപ്പോൾ അതിൽ നിന്നും അത് പാലിയോലിത്തിക് കാലഘട്ടത്തിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം അതെന്താ? റഫാണ്, പരുക്കനായ രീതിയിലുള്ള കൈക്കോടാലിയാണ്. അത് പാലിയോലിത്തിക് കാലഘട്ടത്തിലേതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു കണ്ടെത്തൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ദക്ഷിണേന്ത്യയിലെ ചരിത്രാതീത നിവാസികളുടെ സാന്നിധ്യം, അത് ദക്ഷിണേന്ത്യയിലും
ചരിത്രാതീത നിവാസികൾ ഉണ്ടായിരുന്നു, ചരിത്രാതീത കാലത്തെ ജനങ്ങൾ വസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്താണ് കേരളത്തിലെ ചരിത്രാതീത പഠനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കോഴിക്കോട്ടെ ചേവായൂരിൽ, എവിടെയാണ്? കോഴിക്കോടുള്ള ചേവായൂരിൽ എന്ത് ചെയ്തു? ഉത്ഖനനങ്ങൾ, കോഴിക്കോട്ടെ ചേവായൂരിൽ നിന്ന് മധ്യശിലായുഗത്തിലെ ആദ്യകാല മൈക്രോലിത്തിക് ഉപകരണങ്ങൾ KRU ടോഡ് കണ്ടെത്തി. അതുപോലെ പാലക്കാട് കന്യാക്കോട് കുന്നിൽ നിന്ന്, കന്യാക്കോട് കുന്നിൽ നിന്ന് പാലക്കാട്ടെ കന്യാക്കോട് കുന്നിൽ നിന്ന് ഫിലിപ്പ് നവീന ശിലായുഗത്തിലെ കൈയക്ഷരങ്ങൾ കണ്ടെത്തി. കേരളത്തിലും നവീന ശിലായുഗത്തിൽ ജനവാസം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഫോംസെറ്റ് വയനാട്ടിലെ എടക്കലിൽ ഒരു റോക്ക് ഷെൽട്ടർ കണ്ടെത്തി. അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങൾ കൂടാതെ പാലിയോലിത്തിക് ആവാസ വ്യവസ്ഥയുടെ കാര്യത്തിൽ കേരളത്തിൽ ധാരാളം സ്ഥലങ്ങൾ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. 1974 പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ആദ്യത്തെ പുരാതന ശിലായുഗ ഉപകരണങ്ങൾ കണ്ടെത്തിയത് ആരാണ്? പി രാജേന്ദ്രനാണ്. അപ്പോൾ അതിനുശേഷം കേരളത്തിലുടനീളം നിരവധി സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരം ചരിത്രാതീത കാലത്തെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പി രാജേന്ദ്രൻ്റെ ദ പ്രീ ഹിസ്റ്റോറിക് കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്, അൺട്രാവലിംഗ് ദ പാസ്റ്റ് എന്നീ കൃതികൾ കേരളത്തിൻ്റെ ചരിത്രാതീത കാലത്തെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ ഈ പ്രസിദ്ധീകരണങ്ങൾ ഇന്ത്യയുടെ ചരിത്രാതീത ഭൂപടത്തിൽ കേരളത്തിൻ്റെ ചരിത്രാതീത സംസ്കാരങ്ങളെ അടയാളപ്പെടുത്തുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഉപകരണങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് ചരിത്രാതീത കാലത്തെ സ്റ്റോൺ ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ സ്റ്റോൺ ടൂൾസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ചരിത്രാതീത കാലത്തെ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് എന്നിങ്ങനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഗീകരണം കല്ലുപകരണങ്ങളുടെ ടൈപ്പോളജിയുടെ അടിസ്ഥാനത്തിലാണുള്ളത്. അപ്പോൾ പാലിയോലിത്തിക് ഘട്ടത്തിൽ ആളുകൾ പൊതുവെ പരുക്കൻ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. മധ്യശിലായുഗ ഘട്ടത്തിൽ വളരെ മൂർച്ചയുള്ള ചെറിയ അടരുകൾ ഉപയോഗിച്ചു. നവീന ശിലായുഗത്തിലെത്തിയപ്പോഴത്തേക്ക് അത് പോളിഷ്ഡ് ആയെന്നല്ല, മിനുക്കിയ രീതിയിൽ ഉപയോഗിച്ചു. അപ്പോൾ റോബർട്ട് ബ്രൂസ്വിറ്റ് 1863 ആദ്യമായിട്ട് മദ്രാസിൻ്റെ അടുത്തുള്ള പല്ലാവാരത്ത് നിന്ന് ആദ്യത്തെ പുരാതന ശിലായുഗ കൈക്കോടാലി എന്ന ഉപകരണം കണ്ടെത്തുന്നുണ്ട് അല്ലേ. അത് മദ്രാസിലാണ്. പിന്നെ അത് ഇങ്ങോട്ട് വന്ന് നമ്മുടെ അപ്പോൾ നമുക്ക് അതിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ദക്ഷിണേന്ത്യയിൽ ചരിത്രാതീത നിവാസികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അല്ലേ. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ചരിത്രാതീത പഠനങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കോഴിക്കോട്ടെ ചേവായൂരിൽ നിന്ന് മധ്യശിലായുഗത്തിലെ ആദ്യകാല മൈക്രോലിത്തിക് ഉപകരണങ്ങൾ KRU ടോഡ് കണ്ടെത്തുന്നുണ്ട്. പാലക്കാട് കന്യാക്കോട് കുന്നിൽ നിന്ന് ഫിലിപ്പ് നവീനശിലായുഗ കൈയക്ഷരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ നവീനശിലായുഗ സംസ്കാരങ്ങളുടെ ഒരു റോക്ക് ഷെൽട്ടർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ നവീനശിലായുഗ സംസ്കാരങ്ങളുടെ ഘട്ടത്തെ കുറിക്കുന്നതാണ്. അപ്പോൾ ഫോംസെറ്റ് വയനാട്ടിലെ എടക്കലിൽ ഒരു റോക്ക് ഷെൽട്ടർ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങൾ കൂടാതെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും പാലിയോലിത്തിക് ആവാസ വ്യവസ്ഥയുടെ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ 1974 അതിനടുത്തുള്ള കാലങ്ങളിലും പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ആദ്യത്തെ പുരാതന ശിലായുഗ ഉപകരണങ്ങൾ കണ്ടെത്തി. രാജേന്ദ്രനാണ് കണ്ടെത്തിയത്. 70-കൾക്ക് ശേഷവും ധാരാളം കണ്ടെത്തലുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടെത്തലുകളെക്കുറിച്ചും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാലിയോലിത്തിക് ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും ചരിത്രാതീത സംസ്കാരങ്ങളെക്കുറിച്ചും അടയാളപ്പെടുത്തുന്ന പി രാജേന്ദ്രൻ്റെ 2 കൃതികളാണ് ദ പ്രീ ഹിസ്റ്റോറിക് കൾച്ചേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് അൺട്രാവലിംഗ് ദ പാസ്റ്റ് എന്നീ കൃതികൾ.
ഇനി നമുക്ക് എന്താണ് പാലിയോലിത്തിക് കൾച്ചർ എന്ന് നോക്കാം. പുരാതന ശിലായുഗം അഥവാ പഴയ ശിലായുഗം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ആദ്യകാല സാംസ്കാരിക ഘട്ടമാണ്. അപ്പോൾ ആളുകൾ ലളിതമായ പരുക്കൻ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ റഫാണ്, പക്ഷെ ലളിതമാണെന്ന് പറയാൻ കാരണം എന്താ, അതിന് കുറേ മോഡിഫിക്കേഷനൊന്നുമില്ല. കല്ല് കിട്ടുന്ന അവസ്ഥയിൽ അതിനെ ഒരു ഉപകരണമാക്കി ചെറിയ തോതിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു ഉപകരണമാക്കി മാറ്റിയതാണ്. അത്തരത്തിലുള്ള ഉപകരണങ്ങൾ കിട്ടിയത് കൊണ്ടാണ് അതിന് ലളിതമായ പരുക്കൻ ശിലാ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പാലിയോലിത്തിക് കാലഘട്ടം ഏതാണെന്ന് കൃത്യമായിട്ട് ശക്തമായ തെളിവുകൾ കിട്ടാത്തത് കൊണ്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റൂല. അപ്പോൾ ശ്രീലങ്കയുടെയും കേരളത്തിൻ്റെയും പാലിയോലിത്തിക് ഉപകരണങ്ങളുടെ താരതമ്യ പഠനത്തിൽ നിന്നും കേരളത്തിൻ്റെ പാലിയോലിത്തിക് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ, അതായത് 70,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലാണ് എന്ന് ഏകദേശം അനുമാനിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ ശ്രീലങ്കയുടെയും കേരളത്തിൻ്റെയും പാലിയോലിത്തിക് ഉപകരണങ്ങളുടെ താരതമ്യ പഠനത്തിലൂടെ അതിൻ്റെ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പാലിയോലിത്തിക് കാലഘട്ടം 70,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണെന്ന് അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാലിയോലിത്തിക് ഘട്ടത്തെ പൊതുവെ ലോവർ പാലിയോലിത്തിക്, അപ്പർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക് എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ലോവർ പാലിയോലിത്തിക്, അപ്പർ പാലിയോലിത്തിക്, ദെൻ മിഡിൽ പാലിയോലിത്തിക് എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ കേസിൽ അപ്പർ പാലിയോലിത്തിക്കിനും മധ്യശിലായുഗത്തിനും ഇടയ്ക്കുള്ള ഒരു കാലത്താണ് കേരളത്തിലെ പാലിയോലിത്തിക് കാലഘട്ടം എന്ന് ഏകദേശം ഒരു കണക്കാക്കുന്നുണ്ട്. അതായത് ഒരു 25,000 മുതൽ 30,000 വർഷങ്ങൾ മുമ്പ് വരെയാണ് കേരളത്തിലെ പാലിയോലിത്തിക് കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കാഞ്ഞിരപ്പുഴ നദീതടങ്ങളിൽ നിന്ന് പി രാജേന്ദ്രൻ കണ്ടെത്തിയ ശിലായുധങ്ങൾ അപ്പർ പാലിയോലിത്തിക് കാലഘട്ടത്തിലുള്ളതാണ്. എവിടെ നിന്നാണ്? കാഞ്ഞിരപ്പുഴ നദീതടങ്ങളിൽ നിന്ന് ആര് കണ്ടെത്തി? നമ്മുടെ പി രാജേന്ദ്രൻ കണ്ടെത്തിയ പാലിയോലിത്തിക് അവശിഷ്ടങ്ങൾ അതേത് കാലഘട്ടത്തിലുള്ളതാണ്? ആയുധങ്ങൾ അപ്പർ പാലിയോലിത്തിക് കാലഘട്ടത്തിൻ്റെതാണ്. അദ്ദേഹം പറയുന്നത് ഇത് ക്വാഡ്സ് ഉരുളൻ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് കേരളത്തിലെ പുരാതന ശിലായുഗ ഉപകരണങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകമുഖമായിട്ടോ ദ്വിമുഖമായിട്ടോ പ്രവർത്തിക്കുന്ന കോറ്, ഫ്ലേക്ക് ടൂളുകൾ ഇവയെല്ലാം അടങ്ങിയതാണ് കേരളത്തിലെ ശിലായുഗത്തിലെ ഉപകരണങ്ങളെന്ന്, അതായത് കേരളത്തിലെ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കേരളത്തിൽ കണ്ടെത്തിയ പാലിയോലിത്തിക് ഉപകരണങ്ങൾ ചോപ്പർ, സ്ക്രാപ്പർ, ഫ്ലേക്ക് പാരമ്പര്യത്തിൽപ്പെട്ടവയാണ്. കാഞ്ഞിരപ്പുഴ, ഭവാനി, പൊന്നാനി, ബേപ്പൂര്, മീനച്ചിലെ കല്ലട എന്നീ നദീതടങ്ങളിൽ നിന്നാണ് കേരളത്തിലെ പാലിയോലിത്തിക് ഉപകരണങ്ങൾ കണ്ടെത്തിയത്. ഏതെല്ലാം നദീതടങ്ങളിൽ നിന്നാണ്? കാഞ്ഞിരപ്പുഴ, അതുപോലെ ഭവാനി, അതുപോലെ പൊന്നാനി, ബേപ്പൂർ, മീനച്ചിൽ, കല്ലട എന്നീ നദീതടങ്ങളിൽ നിന്നാണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? കേരളത്തിലെ പാലിയോലിത്തിക് ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ പാലിയോലിത്തിക് ആളുകൾ അത്തരം ഉപകരണങ്ങൾ വേട്ടയാടാൻ ഉപയോഗിച്ചു. ലോക സാഹചര്യങ്ങൾക്ക് സമാനമായിട്ട് കേരളത്തിലെ പാലിയോലിത്തിക് ജനതയും തങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് എന്തിനു തന്നെയാണ് അവരെ ആശ്രയിച്ചത്? വേട്ടയാടലും ഭക്ഷണങ്ങൾ, കായ്കനികളൊക്കെ തന്നെ കാട്ടിൽ നിന്ന് ശേഖരിക്കലുമായിരുന്നു. അപ്പോൾ കുന്നുകളിലും കുന്നിൻ ചെരുവുകളിലും പ്രകൃതിദത്തമായ ഗുഹകളിലും പാറക്കെട്ടുകളിലുമൊക്കെ അവരും താമസിച്ചു. എവിടേക്കാണ്? കുന്നുകളിൽ, ഗുഹകളിൽ, അതുപോലെ കുന്നിൻ ചെരുവുകളിലൊക്കെ അവർ താമസിച്ചു. ഇനി എന്താണ് മിഡിൽ സ്റ്റോൺ ഏജ് അഥവാ മധ്യശിലായുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യശിലായുഗം എന്ന് പറഞ്ഞാൽ എന്താ? മധ്യശിലായുഗം ചെറിയ മൂർച്ചയുള്ള ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ്. പി രാജേന്ദ്രൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സാധാരണമായ മെസോലിത്തിക് ഉപകരണമാണ് ഇത്? സ്ക്രാപ്പറുകൾ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും സാധാരണമായിട്ടുള്ള മെസോലിത്തിക് ഉപകരണം? അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മിക്കവാറും എല്ലാ മധ്യശിലായുഗ സ്ഥലങ്ങളിലും ക്വാഡ്സ് കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മലമ്പുഴ, പാലക്കാട് ജില്ലയിലെ മലമ്പുഴ
പെരുങ്കടവിള എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പെരുങ്കടവിള ഉള്ളത്. പാലക്കാട് ജില്ലയിലാണ് ഇത് മലമ്പുഴ ഉള്ളത്. ഇവിടെ നിന്നൊക്കെ ചില ഉപകരണങ്ങൾ, ചിരട്ട കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തിടെ നരവംശ ശാസ്ത്ര ഗവേഷകനായിട്ടുള്ള NK രമേശ് വാണിമേലിൽ നിന്ന് ഏതാനും ശിലായുധ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഈ ഒരു പ്രദേശം ദക്ഷിണേന്ത്യയിലെ മറ്റ് ഭൂഭാഗങ്ങളുമായുള്ള കേരളത്തിൻ്റെ ശിലാ ഉപകരണങ്ങളുടെ താരതമ്യ പഠനത്തെ അടിസ്ഥാനമാക്കിയിട്ട് കേരളത്തിൻ്റെ മധ്യശിലായുഗം BC 9000-നും 3000-നും ഇടയിലാണ് എന്ന് ഏകദേശം കണക്കാക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ അണക്കരയിലും കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലും അടുത്തിടെ നടത്തിയ ഉത്ഖനനത്തിൽ നിന്ന് ഇരുമ്പ് യുഗത്തിന് മുമ്പുള്ള പുരാവസ്തു പാളികളിൽ നിന്ന് ചില പ്രധാനപ്പെട്ട മധ്യശിലായുഗ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ എവിടെ നിന്ന്? അണക്കരയിൽ നിന്ന്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ എവിടെ നിന്ന്? കിനാലൂരിൽ നിന്ന്. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ നിന്നും അടുത്തിടെ നടന്ന ഉത്ഖനനങ്ങളിൽ നിന്ന് ഇരുമ്പ് യുഗത്തിന് മുമ്പുള്ള പുരാവസ്തു പാളികളിൽ നിന്ന് പ്രധാനപ്പെട്ട മധ്യശിലായുഗ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അണക്കരയിലെ മെഗാലിത്തിക് ശ്മശാനങ്ങളുടെ ഒരു കൂട്ടത്തിന് വളരെ അടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു പരീക്ഷണ കുഴിയിൽ നിന്ന് ഏകദേശം 2 ഡസനോളം മൈക്രോലിത്തിക് ക്വാർട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കിനാലൂരിലെ മെഗാലിത്തിക് സൈറ്റിൽ ക്വാർട്സിൻ്റെ മൈക്രോലിത്തുകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പ് യുഗത്തിന് മുമ്പുള്ള പുരാവസ്തു പാളികളിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അണക്കര, കിനാലൂര് എന്നിവ മധ്യശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇരുമ്പ് യുഗത്തിന് മുമ്പ് കേരളത്തിലെ ശിലായുഗ സമൂഹം നിലനിന്നിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഈ 2 സൈറ്റിൽ നിന്നും കണ്ടെത്തിയ ഉപകരണങ്ങളിൽ നിന്നും ശ്മശാനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മൈക്രോലിത്തിക് ക്വാർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നിയോലിത്തിക് കാലഘട്ടത്തെക്കുറിച്ചുള്ള എന്തെല്ലാം തെളിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. നിയോലിത്തിക് സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നവീന ശിലായുഗ കാലഘട്ടം കെൽറ്റ് പോലെയുള്ള കൂടുതൽ സങ്കീർണമായ മിനുക്കിയ ശിലാ ഉപകരണങ്ങൾ നിർമ്മിച്ച കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ മധ്യശിലായുഗം കഴിഞ്ഞിട്ട് നവീന ശിലായുഗത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള കെൽട്ട് പോലെയുള്ള ഉപകരണങ്ങൾ, ശിലാ ഉപകരണങ്ങൾ നിർമ്മിച്ച കാലഘട്ടമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞോ, ഫിലിപ്പ് ആദ്യമായിട്ട് ഒരു നിയോലിത്തിക് കോടാലി കണ്ടെത്തി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പാലക്കാട് ജില്ലയിലെ കന്യാക്കാട് കുന്നിൻ ചുവട്ടിൽ എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കന്യാക്കാട് കുന്നിൻ ചുവട്ടിൽ നിന്ന് ഫിലിപ്പ് ഒരു കോടാലി കണ്ടെത്തി. P. രാജേന്ദ്രന് തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നവീന ശിലായുഗ തെളിവുകൾ മൺട്രോ തുരുത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നിന്ന് മിനുക്കിയ കോടാലി കണ്ടെത്തിയിട്ടുണ്ട്. ആര് കണ്ടെത്തി? തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നിന്ന് മിനുക്കിയ കോടാലിയുടെ ബാക്കി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് നിയോലിത്തിക് സൈറ്റുകളെക്കുറിച്ച് മാത്രമായിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എണ്ണത്തിൽ വളരെ കുറവേ ഉള്ളെങ്കിലും കേരളത്തിലെ നിയോലിത്തിക് കൈക്കോടാലിയുടെ കണ്ടെത്തലുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഉയർന്ന പ്രദേശങ്ങൾ, മധ്യപ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ കുന്നിൻ പ്രദേശങ്ങളാണെങ്കിലും താഴ്വാരങ്ങളാണെങ്കിലും തീരപ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ഈ ഒരു ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. നിയോലിത്തിക് ഹാൻഡ് അക്ഷരങ്ങൾ, പ്രാദേശികമായിട്ട് അവർക്ക് ലഭ്യമായിട്ടുള്ള ഗ്രേസ്
അഥവാ ഗ്രാനൈറ്റ് പാറയിലാണ് അവരുടെ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം യുഗം എന്ന് പറഞ്ഞാൽ നിയോലിത്തിക് യുഗം ലോകമെമ്പാടുമുള്ള കൃഷിയുടെ തുടക്കത്തിൻ്റെയും വികാസത്തിൻ്റെയും കാലഘട്ടമാണ്. അപ്പോൾ അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് ഉണ്ടായ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്? നിയോലിത്തിക് കാലഘട്ടമാണ്. നവീന ശിലായുഗത്തിൽ മനുഷ്യ സമൂഹം വേട്ടക്കാരിൽ നിന്ന് കാർഷിക ഉൽപാദകരിലേക്ക് അവർ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റത്തെ നിയോലിത്തിക് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. വേട്ടക്കാരായ അവസ്ഥയിൽ നിന്ന് മാറി എന്തിലേക്ക് മാറുകയാണ്? കർഷകരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുക? നിയോലിത്തിക് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുക. രാജൻ ഗുരുക്കളും രാഘവ വാര്യരും പറയുന്നത് എന്താണ്? കേരളത്തിലെ നവീന ശിലായുഗ ഉപജീവന മാർഗം ഭക്ഷണ ശേഖരണത്തിൻ്റെയും പ്രാകൃത കൃഷിയുടെയും സംയോജനമായിരുന്നു. അതായത് അവരുടെ പ്രാകൃതമായ കാർഷിക സമ്പ്രദായത്തിൻ്റെയും അവരുടെ നവീനമായ കൃഷി രീതിയുടെയും പഴയ ഭക്ഷണ ശേഖരണത്തിൻ്റെയും പ്രാകൃത കൃഷിയുടെയും ഒരു സംയോജന രീതിയായിരുന്നു കേരളത്തിൽ അന്നുണ്ടായിരുന്നതെന്ന് ആര് പറയുന്നുണ്ട്? രാജൻ ഗുരുക്കളും രാഘവാര്യരും അഭിപ്രായപ്പെടുന്നുണ്ട്. നിയോലിത്തിക് ജനത പശുപരിപാലനത്തിൽ ഏർപ്പെടുന്നതായിട്ട് എവിടെ നിന്ന് കിട്ടിയ? മറയൂരിൽ നിന്ന് കിട്ടിയ പാറശാലയിലെ മൃഗങ്ങളുടെ റോക്ക് ആർട്ട് പെയിൻറ്റിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ കല്ലിൽ മൃഗങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് മറയൂരിലെ പെയിൻറ്റിങ്ങിൽ. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പശുപരിപാലനത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ആദ്യകാല സെറ്റിൽമെൻറ്റുകൾ, അതായത് ഒരു സ്ഥലത്ത് സ്ഥിരവാസമാക്കുന്ന രീതി ഏത് കാലത്താണ് ആരംഭിക്കുന്നത്? നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് നിയോലിത്തിക് വിപ്ലവം എന്ന് നോക്കാം. എന്താണ് നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? നിയോലിത്തിക് റവല്യൂഷൻ അഥവാ നവീന ശിലായുഗ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയോലിത്തിക് റവല്യൂഷൻ ഓസ്ട്രേലിയൻ വംശജനായ ബ്രിട്ടീഷ് ചരിത്രകാരനും പുരാവസ്തു ഗവേഷകനുമായ വി ഗോൾഡൻ ചൈൽഡാണ് നിയോലിത്തിക് റവല്യൂഷൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്. അദ്ദേഹം തൻ്റെ ഡോൺ ഓഫ് യൂറോപ്യൻ സിവിലൈസേഷൻ, മാൻ മേക്സ് ഹിംസെൽഫ്, വാട്ട് ഹാംഡ് ഇൻ ഹിസ്റ്ററി എന്നീ കൃതികളിൽ അദ്ദേഹം നിയോലിത്തിക് റവല്യൂഷൻ എന്നുള്ള സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ് പുസ്തകങ്ങൾ? ദ ഡോൺ ഓഫ് യൂറോപ്യൻ സിവിലൈസേഷൻ, ദ ഡോൺ ഓഫ് യൂറോപ്യൻ സിവിലൈസേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. അതുപോലെ മറ്റ് പുസ്തകങ്ങളാണ് മാൻ മേക്സ് ഹിംസെൽഫ്, മാൻ മേക്സ് ഹിംസെൽഫ്, വാട്ട് ഹാം ഇൻ ഹിസ്റ്ററി. ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിൽ അദ്ദേഹം നിയോലിത്തിക് വിപ്ലവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിയോലിത്തിക് കാലഘട്ടം മനുഷ്യ സമൂഹത്തിൻ്റെ ഉപജീവന രൂപത്തിൽ വേട്ടയാടലിൽ നിന്നും ഭക്ഷണ ശേഖരണത്തിൽ നിന്നും കാർഷിക ഉപകരണത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ്. ഇത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു വിപ്ലവകരമായ മാറ്റമാണത്, ഒരു റവല്യൂഷനാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് വേട്ടയാടലും ഭക്ഷണങ്ങൾ കാട്ടിൽ നിന്ന് ശേഖരിക്കണം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി എന്തായി? അവർ കാർഷിക വൃത്തിയിലേക്ക് ജനത മാറിയ കാലഘട്ടമാണ്. ഇനി എന്താണ് ചരിത്രാതീത റോക്ക് ഷെൽട്ടുകൾ എന്ന് പറഞ്ഞാൽ? കേരളത്തിലെ ചരിത്രാതീത സംസ്കാരങ്ങളുടെ രണ്ടാമത്തെ തെളിവാണ് എടക്കൽ, വയനാട്ടിലെ എടക്കലിൽ നിന്ന് കിട്ടിയിട്ടുള്ള തെളിവുകൾ. തൊവാരി വയനാട്, അതുപോലെ മറയൂർ ഇടുക്കി, തെന്മല, അങ്കോട് തിരുവനന്തപുരം, ഈ പാറമടകളിൽ കാണപ്പെടുന്ന ശിലാശകലങ്ങളെ
ശിലാകലകളെയാണ് എന്താ പറയുക, ചരിത്രാതീത റോക്ക് ഷെൽട്ടറുകൾ എന്ന് പറയാം. ഈ ശിലാകലകളെല്ലാം തന്നെ മെസോലിത്തിക്, നിയോലിത്തിക്, ഇരുമ്പ് യുഗം, ആദ്യകാല ശിലായുഗം എന്നിവയുൾപ്പെടെ വിവിധ സാംസ്കാരിക ഘട്ടങ്ങളിൽ പെടുന്നതാണ്. പെട്രോഗ്ലിഫുകളും പെയിൻറ്റുകളും ചേർന്നതാണ് കേരളത്തിലെ ശിലാകലകൾ. ചേർന്നതാണ് കേരളത്തിലെ ശിലാകലകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചരിത്രാതീത കാലത്തെ പ്രധാന പെട്രോഗ്ലിഫ് സൈറ്റാണ് ഏത്? എടക്കൽ, മറയൂർ, പാറമടകൾ എന്നിവ. ഇവിടെയുള്ള ചിത്രരചന, റോക്ക് ഷെൽട്ടർ, ഇവിടെയുള്ള ചിത്രരചനകളെല്ലാം തന്നെ ആ കാലഘട്ടത്തിലെ ജനതയുടെ ജീവിത രീതിയെയും അവരുടെ സാംസ്കാരിക പുരോഗതിയെയും ഒക്കെ എടുത്തു കാണിക്കുന്നതാണ്. ഇനി ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.